Eminence Club, a social and recreational non-profitable club in Dorchester. 7 ട്രസ്റ്റി മെമ്പേഴ്സിന്റെ ആലോചനയുടെയും ആശയവിനിമയത്തിന്റെയും ഫലമായി 2023 മെയ് 1 ഏകദേശം 30ഓളം കുടുംബാംഗങ്ങൾ ചേർന്ന് ഒരു നോൺ പ്രോഫിറ്റബിൾ സോഷ്യൽ ക്ലബായി എമിനൻസ് ക്ലബ് ഔദ്യോഗികമായി രൂപം കൊണ്ടു. ക്ലബിന്റെ ആരംഭം മുതലുള്ള അംഗങ്ങൾക്ക് പരിചിതമെങ്കിലും പുതുതായി ചേർന്ന അംഗങ്ങളുടെ അറിവിലേക്ക് ക്ലബിനെയും ക്ലബിന്റെ പ്രവർത്തനങ്ങളെയും ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: സുഹൃത്ത് ബന്ധങ്ങളിലെ മര്യാദകൾ, വിശ്വാസം, വ്യക്തി സ്വാതന്ത്ര്യം, ബഹുമാനം, കുടുംബ മൂല്യങ്ങൾ ഇവയിൽ അധിഷ്ഠിതമായ അംഗങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യം, കല, സാഹിത്യം തുടങ്ങിയ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദവും കൂട്ടായ്മയും പരിപോഷിപ്പിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, കൂടാതെ ക്ലബിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുകയും അംഗങ്ങൾക്ക് പ്രയോജനപ്രദമായ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുകയും ആണ് ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. നമ്മുടെ ക്ലബിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. സീസണൽ ഗാദറിംഗ്. വർഷത്തിൽ 4 സീസണൽ ഗാദറിങ്ങുകളാണ് ക്ലബ്ബ് സംഘടിപ്പിച്ചു വരുന്നത്. ക്ലബ് അംഗങ്ങൾ ഒത്തുചേരുന്നതിനും ആശയവിനിമയത്തിനും അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിനും കലാപരമായ കഴിവുകൾ കാഴ്ചവെക്കുന്നതിനും അവരുടെ സംഘടനാ പാഠവും വളർത്തുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളാണ് ഇതിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട്, നൃത്തം, ഗെയിമുകൾ, സ്കിറ്റ്, സ്റ്റേജ് ഡെക്കറേഷൻ, വോളണ്ടിയറിംഗ്, ഓർഗനൈസിംഗ് ഇവയെല്ലാം നേരത്തെ സൂചിപ്പിച്ച അവസരങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ മാത്രം. അംഗങ്ങൾക്ക് അവരവരുടെ കഴിവും താല്പര്യവും അനുസരിച്ച് ഏതും തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ക്ലബ് ഒരുക്കുന്നത്. മന്ത്ലി ഗാദറിംഗ്. എല്ലാ മാസവും അംഗങ്ങൾക്ക് ഒത്തുചേരുന്നതിനുള്ള അവസരം ഒരുക്കുക എന്നതാണ് മന്ത്ലി ഗാദറിംഗ് കൊണ്ട് ക്ലബ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും വിന്റർ സമയങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അധികം പുറത്തിറങ്ങാനോ ആരോഗ്യപരമായ കാര്യങ്ങൾ ഏർപ്പെടുവാനോ ഉള്ള അവസരങ്ങൾ കുറവാണ്. അതുകൂടി കണക്കിലെടുത്താണ് മന്ത്ലി ഗാദറിംഗുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ അവസരങ്ങളിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ ഒത്തുചേർന്ന് പാട്ടുകൾ പാടുകയും കാർഡ് ആൻഡ് ബോർഡ് ഗെയിംസുകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. കൊച്ചുകുട്ടികൾക്ക് പെയിന്റിങ്ങിനും ഡ്രോയിങ്ങിനുള്ള അവസരങ്ങൾ, മുതിർന്ന കുട്ടികൾ ചെസ്, ക്യാരംസ്, ലൂഡോ, സ്നേക്ക് ആൻഡ് ലാഡർ അങ്ങനെ വിവിധ തരം ഗെയിമുകളിൽ ഏർപ്പെടുമ്പോൾ കൂടെ ചായയും സ്നാക്സും, ഒടുവിൽ വിഭവസമൃദ്ധമായ ഡിന്നറും. ഈ അവസരങ്ങൾ ക്ലബ് അംഗങ്ങൾ തമ്മിലുള്ള ആരോഗ്യകരമായ സൗഹൃദം വളർത്താനും മാനസിക ഉല്ലാസത്തിനും അംഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവാണ് മന്ത്ലി ഗാദറിങ്ങുകളിലെ പങ്കാളിത്തം. വാക്കിംഗ് ഇവന്റ്സ്. എമിനൻസ് ക്ലബിന്റെ ഔട്ട്ഡോർ ഇവന്റുകളിൽ ആദ്യത്തേതായിരുന്നു നാഷണൽ വാക്കിംഗ് മന്തിനോടനുബന്ധിച്ച് ക്ലബ് അംഗങ്ങൾ ഒന്നിച്ച് 2 ലക്ഷം ചുവടുകൾ വയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച വാക്കിംഗ് ഇവന്റ്. ഏതാണ്ട് എല്ലാ ക്ലബ് അംഗങ്ങളും പങ്കെടുത്ത ഈ ഇവന്റ് അംഗങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് ഉതകുന്നതായിരുന്നു. വാക്കിംഗ് അറൌണ്ട് ഡോർച്ചെസ്റ്റർ, പറ്റിൽ ടൗൺ ഫോറസ്റ്റ് വാക്ക്, മെയ്ഡൻ കാസൽ വാക്ക്, ബീച്ച് വാക്ക്, റിവർ സൈഡ് വാക്ക് ഉൾപ്പെടെ 6 വാക്കിംഗ് ഇവന്റുകൾ ഇതിനോടകം ക്ലബ്ബ് സംഘടിപ്പിച്ചു. എല്ലാ വാക്കിംഗ് ഇവന്റിന്റെയും അവസാനം പങ്കെടുത്ത അംഗങ്ങൾക്ക് റിഫ്രഷ്മെന്റ് ഒരുക്കുകയുണ്ടായി. അതിൽ എടുത്തു പറയേണ്ടത് രണ്ടാമത്തെ ഇവന്റിന് ശേഷം ഉണ്ടായിരുന്ന മോരും വെള്ളവും പൊതിച്ചോറുമാണ്. അതിന്റെ സ്വാദ് പങ്കെടുത്ത എല്ലാ അംഗങ്ങളുടെയും നാവിൽ ഇപ്പോഴും ഉണ്ടെന്ന് കരുതുന്നു. സൈക്ലിംഗ്. ക്ലബ് അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ക്ലബ് നടത്തിയ അടുത്ത ഔട്ട്ഡോർ ഇവന്റ് ആയിരുന്നു സൈക്ലിംഗ്. അതിന് നേതൃത്വം നൽകാൻ പ്രൊഫഷണലായ അംഗങ്ങളുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം മാനസിക ഉല്ലാസവും ഇതിന്റെ നേട്ടങ്ങളിൽ ചിലത് മാത്രമാണ്. തീർച്ചയായും കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയാത്ത മനോഹരമായ പല കാഴ്ചകളും സൈക്കിൾ പാത്തിലൂടെ പോയാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഈ 2 വർഷത്തിനുള്ളിൽ 5 സൈക്ലിംഗ് ഇവന്റുകൾ ക്ലബ്ബ് സംഘടിപ്പിക്കുകയുണ്ടായി. ജസ്റ്റ് ഫുട്ബോൾ. ക്ലബ് അംഗങ്ങൾക്കിടയിൽ
ഫുട്ബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഫുട്ബോൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തു. സമ്മറിലെ ഒട്ടുമിക്ക സായാഹ്നങ്ങളിലും ഫുട്ബോൾ സംഘടിപ്പിച്ചു വരുന്നു. റാഗ് ബോൾ. എമിനൻസ് ക്ലബിലെ വനിതാ അംഗങ്ങൾക്കായി ഒരു റാഗ് ബോൾ മത്സരം സംഘടിപ്പിക്കാൻ ക്ലബിന് കഴിഞ്ഞു. സ്ത്രീകളെ സ്പോർട്സിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായി തുടങ്ങിയ റാഗ് ബോൾ ടൂർണമെന്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ട് വൻ വിജയമായിരുന്നു. ബാർബിക്യൂ പാർട്ടി. എമിനൻസ് ക്ലബ് അംഗങ്ങൾക്കായി നടത്തിയ മറ്റൊരു സമ്മർ ഇവന്റ് ആയിരുന്നു ബാർബിക്യൂ പാർട്ടി. അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ ഒരു ഇവന്റും വൻ വിജയമായിരുന്നു. വെർച്വൽ ലൈബ്രറി. 160-ൽ പരം ബുക്കുകളുടെ കളക്ഷനുള്ള റീഡേഴ്സ് കോർണർ എന്ന പേരിൽ ഒരു വെർച്വൽ ലൈബ്രറി ക്ലബിന് സ്വന്തമായിട്ടുണ്ട്. എല്ലാ ക്ലബ് അംഗങ്ങൾക്കും പുസ്തകങ്ങൾ ലഭ്യമാകത്തക്ക വിധം ഈ ഓൺലൈൻ ലൈബ്രറി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിലെ പുസ്തകങ്ങളുടെ വിവരങ്ങൾ ക്ലബിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓൺലൈൻ ജേർണൽ പേജ്. സ്കെച്ചസ് ആൻഡ് സ്ക്രിബിൾസ് എന്ന പേരിൽ ഒരു ഓൺലൈൻ ജേർണൽ പേജ് ക്ലബിന് സ്വന്തമായിട്ടുണ്ട്. പ്രായഭേദമില്ലാതെ എല്ലാ ക്ലബ് അംഗങ്ങൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള എഴുത്ത്, വരപ്പ് മുതലായ കലാസൃഷ്ടികൾ പ്രസിദ്ധപ്പെടുത്താനും എന്നും സൂക്ഷിച്ചു വയ്ക്കുവാനുമുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സ്കെച്ചസ് ആൻഡ് സ്ക്രിബിൾസ്. സോഷ്യൽ മീഡിയ. ക്ലബിന്റെ പ്രവർത്തനങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും ക്ലബ് അംഗങ്ങൾക്ക് ഒരു ഓർമ്മച്ചെപ്പാകുന്നതിനും വേണ്ടി വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളും യൂട്യൂബ് ചാനലും ക്ലബ് അംഗങ്ങളുടെ ഔദ്യോഗിക ആശയവിനിമയത്തിനു വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പും ക്ലബിനുണ്ട്. ബാങ്ക് അക്കൗണ്ട്. ക്ലബിന്റെ സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി ക്ലബിന് സ്വന്തമായി തന്നെ ബാങ്ക് അക്കൗണ്ട് ഉള്ള കാര്യം എല്ലാ അംഗങ്ങൾക്കും അറിവുള്ളതാണല്ലോ. ഇത് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. അതുപോലെ ഓരോ ഈവന്റ് കഴിയുമ്പോഴും അതിന്റെ വരവ് ചിലവ് കണക്കുകൾ വളരെ കൃത്യമായി തന്നെ എല്ലാ അംഗങ്ങൾക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ അവതരിപ്പിക്കാൻ ക്ലബിന് കഴിയുന്നുണ്ട്. ഇതുവരെയുള്ള ക്ലബിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഇതുവരെ പ്രതിപാദിച്ചതെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് കൂടിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നതുപോലെ വാക്കിംഗ് ഇവന്റുകളും സൈക്ലിംഗ് ഇവന്റുകളും കൂടാതെ 1 day out, നൈറ്റ് സ്റ്റേ ഔട്ട്, 3-a-side ഫുട്ബോൾ ടൂർണമെന്റ് എന്നിവ ഭാവി പ്രവർത്തന പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുവരെയുള്ള ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥമായി സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും നന്ദി.